ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുനാസ് വേൾഡ്. ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് മീനുകളെയും പ്രാവുകളെയും കണ്ടാലോ. ഈ കാണുന്നവയെല്ലാം ഫൈറ്റേഴ്സ് അഥവാ ബെറ്റ ഫിഷ് ആണ്. ഇവയെല്ലാം ഓരോന്നിനെയും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇവയൊന്നും വീട്ടിൽ വളർത്തുന്നതെല്ലാം, ഇതെല്ലാം ഷോപ്പിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഇതിൻ്റെ ഷോപ്പ് പട്ടാമ്പിയാണ്, പറവ പെറ്റ്സ് ആൻഡ് അക്വേറിയം. ഇവയും ഫൈറ്റേഴ്സിൻ്റെ കുട്ടികൾ തന്നെയാണ്. ഇതിനെ വേറൊരു അക്വേറിയത്തിലേക്ക് മാറ്റിയിട്ടിട്ടുള്ളതാണ്. പലതരത്തിലുള്ള കളറുള്ള ഫൈറ്റേഴ്സ് ഉണ്ട് ഇതിൽ. ഇത് കാണാൻ ഭയങ്കര ചന്തമാണ്, ഇതിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത്. ഇനി ഞാൻ ഇവിടെയുള്ള മൊത്തത്തിലുള്ള മീനുകളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവയെല്ലാം ഇങ്ങനെ വരിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതും ഫൈറ്റേഴ്സിൻ്റെ കുട്ടികൾ തന്നെയാണ്, വേറൊരു അക്വേറിയത്തിൽ ഇട്ടിട്ടുള്ളത്. ഒക്കെ ഇങ്ങനെ കൂട്ടം കൂടിയാണ് നിൽക്കുന്നത്. ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ടും ഒരുപാട് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ഫൈറ്റേഴ്സിൻ്റെ കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന്. സംഭവം ഇതൊക്കെ കടയ്ക്ക് കൊണ്ടുപോകാനുള്ളത് കൊണ്ടാണ് ഇവിടെ ഫൈറ്റേഴ്സിൻ്റെ കുട്ടികൾ മാത്രം ഉള്ളത്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഗപ്പി കുട്ടികളെ കൂടിയും കാണിച്ചു തരാം. ഇത് യെല്ലോ കളറിലുള്ള ഗപ്പി കുട്ടികളാണ്. വെയിലത്ത് ഷൂട്ട് ചെയ്തത് കൊണ്ട് വല്ലാതെ ക്ലിയർ ആയിട്ടില്ല വീഡിയോ എടുത്തത്. ഈ ടാങ്ക് നിറയെ ഗപ്പികളാണ്. ഈ ചെടി കാരണമാണ് കാണാത്തത്. പിന്നെ ഒന്നാമത് നല്ല വെയിലുമുണ്ട്. ഈ ചെടിയൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അത് കാരണം ഒന്നാമത് കാണുന്നില്ല മീനുകളെയൊന്നും. ഒക്കെ അതിൻ്റെ അടിയിലാണ്. ഇത് വെള്ളത്തിൽ വളരുന്ന ഒരു തരം ചെടിയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ മീനുകളുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് പ്രാവൻകോട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് പ്രാവിൻ കൂട്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള പ്രാവുകളുണ്ട്. ഇതെല്ലാം കടയിലേക്ക് കൊണ്ടുപോകാനുള്ളത് തന്നെയാണ്. ഇവിടെ വിരിയാറായ പ്രാവുകളും അതുപോലെ മുട്ടയിടാറായ പ്രാവുകളൊക്കെയാണ് ഉള്ളത്. ഈ വെള്ള നിറത്തിലുള്ള പ്രാവിൻ്റെ പേര് സിറാസ് എന്നാ തോന്നുന്നു. അതുപോലെ ഈ പ്രാവിൻ്റെ പേര് ജാക്കോബിൻ. അങ്ങനെ പലതരത്തിലുള്ള പ്രാവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് നമുക്ക് കാണാം. ഇത് മയിൽപ്രാവുകളാണ്, കാപ്പി നിറത്തിലുള്ള മയിൽപ്രാവുകൾ. ഇതിൻ്റെ ബ്ലാക്കും വൈറ്റും ഒക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ഒക്കെ കടയിലാണ്. ഇവ രണ്ടും നാടൻ പ്രാവുകളാണ്. ഇതിലൊരു കുഞ്ഞു വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പ്രാവുകളുടെയും മീനുകളുടെയും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.